എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ന്യൂസ് ചാനലിലെല്ലാം തന്നെ ആ ഒരു പാർക്കിൽ നടക്കുന്ന ന്യൂസ് ആയിരിക്കും ഇപ്പോൾ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് കാണിക്കുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ പാർക്ക് കാണിക്കും. അവിടെ ഹീറോ ആണെങ്കിൽ ആ നിലവിളിച്ച് കരയുന്ന കുഞ്ഞിനെയും അവന്റെ കൂടെയുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്താനായിട്ട് അവരുടെ അടുത്തേക്ക് ഓടി അടുക്കാണ്. അപ്പൊ തൊട്ടടുത്തായിട്ട് ഒരു ഭീമൻ ബീസ്റ്റ്. അതാണെങ്കിൽ ഇപ്പൊ ഹീറോയെ തന്നെ ഫോക്കസ് ചെയ്യും. ആ ബീസ്റ്റ് ആണെങ്കിൽ സടകുടഞ്ഞ് എഴുന്നേറ്റ് ഹീറോയെ അച്ചറം പച്ചറ അറ്റാക്ക് ചെയ്യും. ഹീറോയ്ക്ക് ഓൾറെഡി അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ ആ കുഞ്ഞിനെ തൂക്കിയെടുത്ത് പുറത്തേക്ക് ഓടി വരികയാണ്. ഹീറോ അങ്ങനെ അടിപൊളിയായിട്ട് ഓടി വരുന്നത് കണ്ട് ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും വിസിലടിക്കുക, ആർപ്പൊക്കെ വിളിച്ച് വിസിലൊക്കെ അടിക്കും. ഹീറോ അവനെ സേഫായി ഒരു ഭാഗത്തോണ്ട് നിർത്തും. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? അതിനാ പയ്യൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറയും. അവനാണെങ്കിൽ ഹീറോയോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ കറക്റ്റ് ടൈം വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ജീവൻ അത് നഷ്ടമായേനെ. എൻ്റെ കൂടെയുള്ളവരെല്ലാവരും അതിൽ പെട്ട് കിടക്കാണ്. ബുദ്ധിമുട്ടില്ലെങ്കിൽ അവരെ കൂടെ രക്ഷിക്കോ. ഉടനെ ഹീറോ ആണെങ്കിൽ അവനോട് സേഫ്റ്റി റൂമിലേക്ക് പോകാൻ പറഞ്ഞ് ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ തിരികെ ഓടും. ഹീറോ ഒറ്റയ്ക്ക് ആ വലിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന കണ്ട ആസും കൂട്ടരും അവരിപ്പോ ഹീറോയുടെ അടുത്തേക്ക് വരികയാണ്. മാസ്റ്റർ, ഇതൊരിക്കലും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളും ഉണ്ട്. സോ ഞങ്ങളെ കൂടെ ഇതിൽ കൂട്ടണമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ ഹീറോടൊപ്പം ചേരുകയാണ്. അതേസമയം റാണവേ അവൻ ഒളിഞ്ഞിരിക്കും. അത് കണ്ട് ആസ് ആണെങ്കിൽ റാണവേയും അവരുടെ കൂടെ തന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ്. മറ്റൊരു ഭാഗത്ത് അസിസ്റ്റന്റ് ചേച്ചി അവളാണെങ്കിൽ ആ റെഡ് ബീസ്റ്റുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അവൾ നിലവിളിച്ച് പറയും, അവര് എത്രയും വേഗം നീ ഈ സ്റ്റുഡൻസുമായിട്ട് ഇവിടുന്ന് കടന്നു പോകണം. നിങ്ങൾ സേഫ് ആയിട്ടിരിക്കുന്നതാണ് ഹീറോയ്ക്ക് സന്തോഷമുള്ള കാര്യം. സോ നിങ്ങൾ സേഫ് ആയിരിക്കണം. ഇതിന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പൊ അതുമായിട്ട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യും. അസിസ്റ്റന്റ് ചേച്ചിയാണെങ്കിൽ എത്രയൊക്കെ പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തിട്ടും അതിനാണെങ്കിൽ ഒരു പോറൽ പോലും പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ഇതിനെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കും എന്നവൾ ചിന്തിക്കുമ്പോഴായിരിക്കും അവര് അവിടേക്ക് തിരികെ വരിക. അവള് പറയും, ഞാൻ സ്റ്റുഡന്റ് കൗൺസിൽ ടീമിന്റെ ഹെഡാണ്. ആ സ്റ്റുഡൻസിനെ എല്ലാം ഞാൻ സേഫ് ആക്കി ഒരു ഭാഗത്ത് നിർത്തിക്കഴിഞ്ഞു. സോ ഇങ്ങനെയൊരു പ്രോബ്ലം വരുമ്പോൾ എനിക്ക് മാറി നിൽക്കാനാവില്ല. നിന്റെ കൂടെ ചേർന്ന് ഞാനും ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ കമ്പൈൻഡ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. മറ്റൊരു ഭാഗത്ത് ക്ലാരയാണെങ്കിൽ ഒരു ബീസ്റ്റിന്റെ മുടിയിൽ പിടിച്ച് തൂങ്ങുകയാണ്. അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ മൂങ്ങാത്തലയൻ അവനാണെങ്കിൽ ഒരുപാട് ബേർഡ്സിനൊക്കെ ഉപയോഗിച്ച് ആ ഒരു ബീസ്റ്റിനെ അറ്റാക്ക് ചെയ്യാനും ഡൈവേർട്ട് ചെയ്യാനൊക്കെ തുടങ്ങും. അവൻ വിളിച്ചു പറയും, എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം, എനിക്ക് ഒരുപാട് നേരം ഇത് തുടരാൻ പറ്റില്ല. മാർക്സ് ആണെങ്കിൽ പറന്നു വന്ന് ഇപ്പൊ ബീസ്റ്റിന്റെ കേൾക്കുന്ന കഴിവും കാണുന്ന കഴിവും അത് രണ്ടും അതിനില്ലാതാക്കും. ഉടനെ ഒരുപാട് ഒച്ചത്തില് അത് നിലവിളിക്കുകയാണ്. അവനാണെങ്കിൽ ആ ശബ്ദം കേട്ട് പിടിച്ചു നിൽക്കാനാവില്ല. ആ ബീസ്റ്റ് ആണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ ഇപ്പൊ പറന്നടുക്കും. അത് കണ്ട ബോയിങ് മാൻ അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്ത് അവനെ സേവ് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോവാണ്. ജാസ് പറഞ്ഞ ഭാഗത്തേക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ മോൺസ്റ്ററിനെ കൊണ്ടുവരാണ്. അതേസമയം ജാസ് അവൻ ആ ഒരു വിസില് അത് കയ്യിലെടുത്ത് റെഡി ആയിട്ട് നിൽക്കും. അതവന്റെ ചേട്ടൻ കൊടുത്തതാണ്. അതിനകത്ത് ഒരല്പം പവർ കൊടുത്ത് ഊതിയ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വേവ്സ് അത് പുറത്തേക്ക് വരും. ആ സൗണ്ട് അത് ഓപ്പണൻസ് ആയിട്ട് വരുന്നവർക്ക് താങ്ങാനായിട്ട് കഴിയില്ല. അവൻ ആ വിസിലായിട്ട് ആ ബീസ്റ്റിനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ആ ബീസ്റ്റിനാണെങ്കിൽ അതിന്റെ ഹിയറിംഗ് പവർ അത് തിരികെ കിട്ടും. അത് ക്ലോസ് എത്തിയ സമയത്ത് ജാസ് ആ വിസിലെടുത്ത് ഊതുകയാണ്. ആ ശബ്ദം താങ്ങാൻ കഴിയാതെ ഇപ്പൊ ആ ബീസ്റ്റ് താഴേക്ക് അടിച്ച് വീഴാണ്. ബീസ്റ്റിനാണെങ്കിൽ ബോധമില്ല. നമ്മൾ അച്ചീവ് ചെയ്തു, നമ്മൾ അതിനെ തകർത്തു എന്ന് പറഞ്ഞ് അവര് തുള്ളിച്ചാടും. പക്ഷെ അടുത്ത നിമിഷം അത് ചാടി എഴുന്നേറ്റ് അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരുങ്ങാണ്. ഉടനെ കാലിഗോ ആണെങ്കിൽ ഞൊട്ടിയിടയിൽ അതിനെ തിരികെ പ്രിവെന്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് താഴെയിടും. കാലിഗോ ആണെങ്കിൽ ടെൻഷനാവും. യു ഗായ്സ് ആർ അൺബിലീവബിൾ. നിങ്ങൾക്ക് ഇത്രയും പവറേ ഉള്ളോ? നിങ്ങൾ ഇത്രയും മണ്ടന്മാരാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കുറേശ്ശെ പോയിന്റ്സ് തരാൻ പോവാണ്, പക്ഷെ വളരെ കുറച്ച് മാത്രമേ ഞാൻ തരൂന്ന് പറഞ്ഞ് അവർക്ക് കുറച്ച് പോയിന്റ്സ് കൊടുക്കും. കാലിഗോ ആണെങ്കിൽ അവന്റെ സമറിന് ആനിമലിനെ സമൻ ചെയ്ത് ഇപ്പോ സെക്കൻഡുകൾ കൊണ്ട് ആ ബീസ്റ്റിനെ കൊല്ലുകയാണ്. കുട്ടികൾക്കെല്ലാം ഭയങ്കര അത്ഭുതം. കാരണം അവരത്രയും പേര് ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന കാര്യം കാലിഗോ മാസ്റ്റർ ആൾ ഒറ്റയ്ക്ക് ചെയ്തു. കാലിഗോ ആണെങ്കിൽ ആ ഒരു മെമ്മറി അത് ഓർത്തിരിക്കാനായിട്ട് ഒരു ഫോട്ടോ എടുക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒരു എമർജൻസി ഷെൽട്ടർ റൂം കാണിക്കും. അവിടെയാണ് ഇപ്പോ ആ പാർക്കിലുള്ള എല്ലാവരെയും സേഫ് ആക്കി നിർത്തിയിരിക്കുന്നത്. അവരാണെങ്കിൽ ടെൻഷനായി, ഇനി നമുക്ക് എപ്പോ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റുമെന്നൊക്കെ പരസ്പരം ചോദിക്കും. എലിസബത്ത് ആണെങ്കിൽ ഇവിടെ കുഞ്ഞുങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിന് കുറുമ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകും. ഇവിടെ കുഞ്ഞുങ്ങളാണെങ്കിൽ പേടിച്ച് ബഹളം വെക്കാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം കുറുമ അവളുടെ ക്യൂട്ട് ലുക്കിൽ അവിടേക്ക് വരികയാണ്. കുറുമയുടെ
ആ ഒരു ക്യൂട്ട് ലുക്ക് കാണേണ്ട താമസം എല്ലാവരും സന്തോഷത്തില് പേടിയൊക്കെ മറന്ന് അവളെ നോക്കി കൈയടിക്കുകയാണ്. കുറുമയാണെങ്കിൽ മൈക്കെടുത്ത് ഇപ്പോ എല്ലാവരോടും പറയും, പുറത്ത് ബീസ്റ്റുകൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും ഇപ്പൊ സേഫായ സ്ഥലത്താണുള്ളത്. നമ്മൾ ആവശ്യമില്ലാതെ പേടിച്ച് ഇവിടുന്ന് പുറത്തേക്ക് ഓടുകയോ ശബ്ദം ഉണ്ടാക്കുകയൊക്കെ ചെയ്ത ആ ബീസ്റ്റുകൾ അവറ്റകൾ നമ്മളെയും വിടാതെ അറ്റാക്ക് ചെയ്യും. നിങ്ങൾ ആരും ഇനി ആ ബീസ്റ്റുകളെ ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. എന്റെ ക്യൂട്ട്നെസ്സിന് മുൻപിൽ അവരൊന്നുമല്ല. നിങ്ങൾക്ക് എല്ലാം മറന്ന് ആടിപ്പാടി ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് അവൾ എല്ലാവരെയും ചില്ലാക്കും. അവളാണെങ്കിൽ പാട്ടൊക്കെ പാടി അവരുടെ മൈൻഡൊക്കെ ഡൈവേർട്ട് ചെയ്യും. അതേസമയം ഇവിടെ ആവരെയും അസിസ്റ്റന്റ് ചേച്ചിയും അവരെത്രയൊക്കെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ആ മോൺസ്റ്ററിനെ അതിനെ തകർക്കാനായിട്ട് കഴിയില്ല. അതിന്റെ വാലിൽ ഇപ്പോഴും നമ്മുടെ പച്ചമുടി പെണ്ണ് അവൾ വിടാതെ തൂങ്ങി ആടുകയാണ്. അസിസ്റ്റന്റ് ചേച്ചിയാണെങ്കിൽ ഇപ്പൊ ആ ബീസ്റ്റിന്റെ തലയിലെ ആ ഒരു ഡയമണ്ട് അത് നോട്ടീസ് ചെയ്യും. ഇവിടെ കറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്താൽ മാത്രമേ അതിനെ തോൽപ്പിക്കാനായിട്ട് കഴിയൂ. സോ നമ്മൾ രണ്ടുപേരും എയിം ചെയ്ത് അവിടെ അറ്റാക്ക് ചെയ്യണം. അസിസ്റ്റന്റ് ചേച്ചിയാണെങ്കിൽ ആവരോട് ഒറ്റയ്ക്ക് അതിനോട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞ് അവള് പച്ചമുടി പെണ്ണിനെ സേഫാക്കി താഴെ ഇറക്കും. ആ ബീസ്റ്റ് അത് ആവരിക്ക് നേരെ പാഞ്ഞടുക്കുകയാണ്. അത് കണ്ട് അസിസ്റ്റന്റ് ചേച്ചി അവർ നിലവിളിച്ചു പറയും, ആവരി അത് നിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അടുത്ത നിമിഷം ആവരി അവളുടെ ഹെയറിന്റെ കളർ അത് അങ്ങനെ ചേഞ്ച് ചെയ്ത് അവള് സെൽഫ് മോട്ടിവേറ്റഡ് ആവുകയാണ്. ആക്ച്വലി ഇവളുടെ ബ്ലഡ് ലൈൻ പവർ അത് സെൽഫ് മോട്ടിവേറ്റഡ് ആയി അവളുടെ സ്ട്രെങ്ത് അത് വേറെ ലെവലിലേക്ക് കൊണ്ടുപോവുക എന്നതാണ്. അവളുടെ പവർ കൂട്ടി ആ ബീസ്റ്റിനെ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് കറക്കി നിലത്തടിക്കും. അവളുടെ പവറും സ്ട്രെങ്ത് ഒക്കെ കണ്ട് അസിസ്റ്റന്റ് ചേച്ചി ഒരു സെക്കൻഡ് ഷോക്കായിട്ട് അങ്ങനെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആ ബീസ്റ്റിനെ അച്ചറം പൊച്ചറം തല്ലി തല്ലി തകർക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് കുറുമ അവളാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും പാട്ടൊക്കെ പാടി അവരുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുകയാണ്. ഇവിടെ ആ ഒരു ബീസ്റ്റ് അതിപ്പോ ഞൊട്ടിയിടയിൽ പോയിസൺ ഗ്യാസ് സ്പ്രെഡ് ചെയ്യുകയാണ്. അസിസ്റ്റന്റ് ചേച്ചിയാണെങ്കിൽ ഇപ്പൊ പച്ചമുടി പെണ്ണിന്റെ വായും മൂക്കും ഒക്കെ പൊത്തിപ്പിടിക്കും. അതേസമയം അവര് ഈ പോയിസൺ ഗ്യാസിനൊന്നും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, ഞാൻ ഇൻവിസിബിളായി ഇതിനെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് വേറെ ലെവലിലേക്ക് മാറി അതിനെ അറ്റാക്ക് ചെയ്യാണ്. ഈ കാഴ്ചയൊക്കെ കണ്ട് അസിസ്റ്റന്റ് ചേച്ചി അവള് ശ്വാസമൊക്കെ മുറുക്കി പിടിച്ച് അങ്ങനെ അത് നോക്കി നിൽക്കും. ആമരിയാണെങ്കിൽ ഇപ്പൊ കുറുമയുടെ പാട്ട് അത് കേട്ട് കൂടുതൽ സ്ട്രോങ് ആയി ആ ബീസ്റ്റിന്റെ തലയിലെ ഡയമണ്ട് അത് അടിച്ചു പൊട്ടിക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ ആ ബീസ്റ്റ് അത് തലയും കുത്തി താഴെ വീണ് ചത്തു മലച്ച് കിടക്കുകയാണ്. ആവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആ ഒരു കാഴ്ച കണ്ട് ചുറ്റുമുള്ളവരും ഇപ്പൊ കൈയടിച്ചും ആർപ്പ് വിളിച്ചും അവരുടെ സന്തോഷം അറിയിക്കും. കുറുമയാണെങ്കിൽ ഇപ്പൊ അവളുടെ പാട്ട് പാടി തീർക്കുകയാണ്. അതേസമയം നമ്മുടെ പച്ചമുടി പെണ്ണ് അവൾ സന്തോഷത്തിൽ ഓടി വന്ന് അവരെ ഹഗ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് കണ്ട അസിസ്റ്റന്റ് ചേച്ചി അവൾ പിടിച്ചു വെക്കുകയാണ്. നോ, ഇപ്പൊ നീ അവളുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. അവൾ ഫുൾ സ്ട്രെങ്ത്തിൽ ഇരിക്കുകയാണ്. അത് പതിയെ റിലീസ് ചെയ്യട്ടെ, അതിനുശേഷം മാത്രമേ നീ അവളുടെ അടുത്തേക്ക് പോകാൻ പാടുള്ളൂ. അവൾ ഫുൾ സ്ട്രെങ്ത് എടുത്തു കഴിഞ്ഞ് അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ ആകെ ടയേർഡായിരിക്കും. അസിസ്റ്റന്റ് ചേച്ചിയാണെങ്കിൽ അവർ കൂൾ ഡൗൺ ആയതിനു ശേഷം അവൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കും. വാവ്, നിന്റെ പെർഫോമൻസ് അത് അടിപൊളിയാണ്. ഇത്ര ചെറുപ്പത്തില് ഇത്ര എബിലിറ്റി നിനക്ക് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. നിനക്ക് ഓക്കെ ആണെങ്കിൽ നിന്റെ സ്റ്റഡീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എന്നെ പോലെ ഷെയർ ടീമിന്റെ വീട്ടിൽ നിനക്ക് ജോലി നോക്കാം. നിനക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ട്രെയിനിങ് ഒക്കെ അവിടെ വെച്ച് ഞാനും ഷെയർ ടീമിനും ചേർന്ന് തരാം. ആവരെയാണെങ്കിൽ ഒരു സെക്കൻഡ് കാര്യമായിട്ട് ചിന്തിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ഹീറോയുടെ മുഖം അവളുടെ മനസ്സിലേക്ക് വരിക. ഷെയർ ടീമിന്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾക്ക് ഹീറോയായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യാം. അവനെ ഇംപ്രസ് ചെയ്ത് അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവനെ വിവാഹം കഴിച്ച് സ്വന്തമാക്കാം. ആവര് പിന്നെ മറ്റൊന്നും ചിന്തിക്കില്ല. അസിസ്റ്റന്റ് ചേച്ചിയോട് ഉറപ്പിച്ചു പറയും, ഞാൻ റെഡിയാണ്, എനിക്ക് അവിടെ ഒന്ന് താമസിക്കാനും വർക്ക് ചെയ്യാനും ട്രെയിനിങ് ഒക്കെ എടുക്കാനും ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹീറോ ആണെങ്കിൽ ആ കുടുങ്ങിക്കിടക്കുന്ന കുട്ടികളെ അവർ രക്ഷിക്കാനായിട്ട് വരികയാണ്. ഹീറോയുടെ കൂടെ തന്നെ ജിമ്മനും ആസും അവർ രണ്ടുപേരും ചേർന്ന് ആ റെഡ് ബീസ്റ്റിനെ രണ്ട് ഭാഗത്തു നിന്നായിട്ട് അറ്റാക്ക് ചെയ്യും. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് അതുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.